Good evening all. Welcome to India Course and Live Tuition. Good evening Sinan. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എന്നാ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ക്യാമറ എല്ലാം ഓൺ ആക്കി വെച്ച് വേഗം കേട്ടോ. ഗുഡ് ഈവനിങ്. പ്രോപ്പറായിട്ട് ഇരിക്കുക. ത്രൂ ഔട്ട് നമ്മുടെ സെഷൻ അങ്ങനെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയില്ല. ക്യാമറ ഒരാളും ഓഫ് ചെയ്ത് വെക്കണ്ട, ഓൺ ചെയ്ത് തന്നെ വെക്കാം. ഓക്കെ. യെസ്, ഏതുവരെ എത്തി നിങ്ങളുടെ പഠിത്തം റിവിഷനൊക്കെ കംപ്ലീറ്റ് ആയോ? അതോ നടന്നുകൊണ്ടിരിക്കുകയാണോ? സിനാൻ ശരിക്കിരുന്നേ, സെന്ററിലേക്ക് ഇരുന്നേ. ഓക്കെ, എന്തായി സിനാൻ പഠിത്തമൊക്കെ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലേ, എപ്പോഴാ തുടങ്ങുന്നേ? കുറേ സമയമുണ്ടോ നമുക്കിനി? ഇനി വളരെ കുറച്ച് ദിവസം കൂടി നമ്മുടെ എക്സാമിനുള്ളൂ. അപ്പൊ നമ്മുടെ റിവിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആനുവൽ പഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. സോ നമ്മൾ ഇന്ന് 2 ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. അതിനുള്ള സമയം ഉണ്ടായിരിക്കുള്ളൂ. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ടിരിക്കുക, ടെക്സ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ആണ് എല്ലാവരുടെ കയ്യിലും വേണ്ടത്. ഇവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്ത് ചെയ്യുക? അത് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ട കാര്യം കേട്ടോ എല്ലാവരും. ഞാൻ സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കണ്ടില്ല, കേട്ടില്ല, അങ്ങനെയില്ലാന്നൊന്നും ആരും എക്സ്ക്യൂസ് പറയണ്ട. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കും, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക. എഴുതിയെടുക്കാനുള്ള സമയം നമുക്കില്ല. ഇങ്ങനെ പോയാലാണ് നമുക്ക് ഇനി മാരത്തണിൽ നിന്ന് ഒരു തവണയെങ്കിലും നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ മാരത്തണിലേക്ക് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 5 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എടുത്തോ, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചേ. സംഗീതേ ഓൺ ചെയ്യൂ ക്യാമറ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എടുത്തോ സിനാനെ? എന്താണ് കേട്ടില്ല? സിനാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഇത് എടുത്തോണ്ടിരിക്കുകയാണ് ഇത്ര നേരമായിട്ട്. അതൊക്കെ വേഗം എടുത്തു വന്നേ. ഇത്ര സമയം വേണോ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ? സംഗീതം മര്യാദക്ക് ഇരിക്കാൻ ഞാൻ ക്ലാസ്സിൽ പോകും കേട്ടോ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എടുക്കാം. നമുക്ക് വേറെ ഒന്നിനുള്ള സമയമില്ല, അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് മെയിൻ ആയിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്തുക. ഈ ടെക്സ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ടെക്സ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഭാഷയുമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ആൻസേഴ്സ് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങിച്ച് കണ്ട് എഴുതുക. ആൻസറും കൂടെ എഴുതാനുള്ള സമയം നമുക്കൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ലേറ്റർ നിങ്ങൾ ആൻസർ ലിങ്ക് വാങ്ങിച്ച് ക്ലാസ്സിൽ ലിങ്ക് വാങ്ങിച്ച് കണ്ട് എഴുതുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ടു എൻഷുർ ജെൻഡർ ജസ്റ്റിസ്? ജെൻഡർ ജസ്റ്റിസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഉണ്ടാവേണ്ട ഒരു ഇക്വാലിറ്റി ആണ്. എല്ലാ തരത്തിലുമുള്ള ഒരു ഇക്വാലിറ്റി ആണ് ജെൻഡർ ജസ്റ്റിസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അത് എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എന്തിലൊക്കെ നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും? എഡ്യൂക്കേഷൻ അല്ലേ? എഡ്യൂക്കേഷനിൽ ഇക്വാലിറ്റി കൊണ്ടുവരാം. അതേപോലെ ഈക്വൽ വേജ്, ചെയ്യുന്ന ജോലികൾക്ക് ഈക്വൽ ആയിട്ടുള്ള വേജ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള ഒരു റൈറ്റ്, അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും. ഈ ഫാമിലി ലൈഫിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ ഷെയർ ചെയ്ത് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ആൻസർ ആരും എഴുതിയെടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കില് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ച് ഏതൊക്കെ ഭാഗത്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നോട്ട് ചെയ്യുക. ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അത് വായിച്ച് പഠിക്കാം. ഓക്കെ,
യെസ്, അപ്പൊ അതാണ് ഫസ്റ്റ് ജെൻഡർ ജസ്റ്റിസ്. പിന്നെ ഇത് ടെക്സ്റ്റ് മാത്രമുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് എക്സാമിന് ആൻസർ ആയിട്ട് എഴുതാം. ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ചേഞ്ചസ് ഒക്കേഴ്സ് ഡ്യൂറിങ് അഡോളസെന്റ് ഏജ്. അഡോളസെന്റ് ഏജിൽ വരുന്ന, അഡോളസെന്റ് ഏജിനെയാണ് നമ്മൾ എന്തിന്റെ കൂടെ പറയുന്നത്? പ്യൂബർട്ടി സ്റ്റേജ്, പ്യൂബർട്ടി ഏജ്. നിങ്ങളുടെ ഈ ഏജ് ഗ്രൂപ്പിനെയാണ് ഈ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് വരുന്ന മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുന്നത്, അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ജനറൽ ആയിട്ടല്ല എഴുതേണ്ടത്. മെയിൽസിന്, ഫീമെയിൽസിന്, ബോയ്സിന്, ഗേൾസിന് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് പഠിക്കാം. അപ്പോ മെയിൽസിന് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്? അഡോളസെന്റ് ഏജില് മെയിൽസിന് ഉണ്ടാവുന്ന മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? മെയിൽസിനാണ് ചോദിക്കുന്നത്. മെയിൽസിന് കണ്ടോ? നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാ വരുന്നതെന്ന് കണ്ടോ? ഏത് ഭാഗത്താണെന്ന് കണ്ടോ? ഇത് സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗത്താണ് ഇത് വരുന്നത്. കണ്ടോ ആൻമരിയ? എന്തൊക്കെ ചേഞ്ചസ് ആ വരുന്നത്? മെയിൽസിനാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ ഇൻക്രീസ് ആവാൻ തുടങ്ങുന്നുണ്ട്. സെമൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇജാക്കുലേഷൻ ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കൂടുതലായിട്ട് വരുന്ന ഒരു പ്രായമാണ് പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽസിൽ അല്ലെങ്കിൽ ഗേൾസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്താ? ഒരുപാട് ചേഞ്ചസ് ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മെൻസ്ട്രേഷൻ ആണ് കേട്ടോ. ഗേൾസിൽ ഉണ്ടാവുന്ന വളരെ വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പൊ പ്യൂബർട്ടി സ്റ്റേജിലോ അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലോ ചേഞ്ചസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇത് കൂടാതെ വേറെയും ഒരുപാട് ചേഞ്ച് ഉണ്ട്. നമ്മുടെ സൗണ്ട്, നമ്മുടെ വോയിസ് മോഡുലേറ്റഡ് ആവുന്നുണ്ട്, വോയിസിൽ ചേഞ്ച് വരുന്നത്, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു നമ്മുടെ ബോഡിയിൽ. അങ്ങനെ കുറെ ചേഞ്ചസുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഓക്കെ, എന്നാലും അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിന്റ്സ് എങ്കിലും എഴുതണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയോ? നോട്ട് ചെയ്തോ സിനാനെ? ടെക്സ്റ്റില് നോട്ട് ചെയ്തോ? ഇവിടെ കാണിച്ചു തന്നെ സിനാൻ, ടെക്സ്റ്റ് കാണിച്ചു തന്നെ. ടെക്സ്റ്റ് കാണിച്ചു തരൂ. എവിടെയാ എഴുതി വെച്ചിട്ടുള്ളത്? എഴുതിയിട്ടില്ല. എഴുതാതെ ഞാൻ എന്താ പറഞ്ഞു ഇവിടെ ക്ലാസ്സില്? എഴുതണം എന്ന് പറഞ്ഞോ? ഇവിടെ പെൻ എവിടെ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? അതാ മടിയിൽ വെച്ചേ. ടെക്സ്റ്റ് ബുക്ക് മടിയിൽ വെച്ചേ. ഇനി അങ്ങോട്ട് പോയിട്ട് എഴുതാൻ നിൽക്കണ്ട കേട്ടോ. ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ ടെക്സ്റ്റ് വെക്കുക. ഇവിടെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക. ഇനി ആരോടെ ടെക്സ്റ്റ് ബുക്ക്? സംഗീതിന്റെ ടെക്സ്റ്റ് എവിടെ? നോട്ട് ചെയ്തോ? ഈ ക്വസ്റ്റ്യൻ എവിടെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? കാണിച്ചോ. അതെ, അഞ്ചാം ചാപ്റ്റർ എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ശരി, ആൻമരിയെ കണ്ടുപിടിച്ചോ? ആ പേജ് നമ്പർ പറഞ്ഞേ. പേജ് നമ്പർ 117. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം. എന്നാലാണ് ഒരു പരിചയം ഉണ്ടാവുള്ളൂ ഏതൊക്കെ ഭാഗം എവിടെയൊക്കെ കിടക്കുന്നതെന്ന്. ആദ്യമായിട്ട് ഇന്നാണ് തുറന്നു നോക്കുന്നതെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ സംഗീത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വെറുതെ ക്ലാസ് കണ്ട് വെറുതെ നോക്കി ഇവിടെ ആരിരിക്കണ്ട. ഒന്നില്ലെങ്കിൽ എഴുതി എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക. ഇത് രണ്ടിലൊരു കാര്യം നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് 2 മാർക്കിലും ചോദിക്കാം, 3 മാർക്കിലും ചോദിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് 3 മാർക്കായി. ജസ്റ്റ് എന്താണെന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയി. എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഷാനോണെ ക്യാമറ ഓൺ ആക്കിയേ. ആൻമരിയ, എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ? എന്നിട്ട്
സ്പേംസ് അകത്ത് എത്തി. ഇനി എന്ത് സംഭവിക്കാം? എങ്ങനെയാ ബേബി ഫോർമേഷൻ നടക്കുന്നത്? മെയിൽസിൽ നിന്ന് ശ്രദ്ധിക്കൂ, മെയിൽസിൽ നിന്ന് വരുന്ന സ്പേം അല്ലേ, ഫീമെയിൽസിൽ നിന്ന് വരുന്ന എഗ്, ഇത് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ സൈഗോട്ട് ഉണ്ടാവുന്നത്. മ്യൂട്ട് ചെയ്തേ സിനാനെ, മ്യൂട്ട് ചെയ്തോളൂ. അങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഈ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താ ഫെർട്ടിലൈസേഷൻ? മെയിൽസിൽ നിന്ന് സ്പേം റിലീസ് ആവുന്നുണ്ട്, അതേപോലെ ഫീമെയിലിൽ നിന്നും എഗ്ഗും റിലീസ് ആവുന്നുണ്ട്. ഈ സ്പേമും എഗ്ഗും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. എവിടെ വെച്ചാ കമ്പൈൻ ചെയ്യാ? യൂട്രസിനകത്ത് വെച്ചാണോ കമ്പൈൻ ചെയ്യുക? അങ്ങനെയാണോ നമ്മൾ പഠിച്ചേ? യൂട്രസിനകത്താണോ കമ്പൈൻ ചെയ്യുന്നേ? ആണോ സംഗീത? യൂട്രസിനകത്ത് വെച്ചാണോ അവര് കമ്പൈൻ ചെയ്യുക? ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഫെല്ലോപ്പിയൻ ട്യൂബിലാണ്. അങ്ങനെയാണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ എഴുതാം. 400 മില്യൺ സ്പേംസ് എന്തെല്ലാം ശരിയാണ്. പക്ഷെ അവിടെ ആക്ച്വൽ നടക്കുന്ന പ്രോസസ് എന്താണ്? എന്താ നടക്കുന്നത്? ഈ സ്പേം ആരുമായിട്ട്, ഫീമെയിൽസിലുള്ള എഗ്ഗുമായിട്ട് അവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്താൽ മാത്രമേ അവിടെ സൈഗോട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്പേം ആയിട്ടും എഗ്ഗായിട്ട് അവിടെ തന്നെ ഇരിക്കും. ഇത് കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ഉണ്ട്. അതാണ് നമ്മൾ കുഞ്ഞുവാവ എന്ന് പറയുന്നില്ലേ, അതാണ് സൈഗോട്ട്. അതപ്പോ തന്നെ ഒരു ലൈഫായി മാറുക, അതൊരു ജീവനായി അപ്പൊ തന്നെ. അപ്പൊ അതാണ് ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഈ ഒരു കമ്പൈനിങ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഫെല്ലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചാണ്. ലേറ്റർ ആ ഒരു സൈഗോട്ട് ആണ് ഡെവലപ്പ് ചെയ്ത് മോറുല ആവുന്നു. മോറുല കഴിഞ്ഞ് അത് പിന്നീട് സെൽ ഡിവൈഡ് ചെയ്ത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്. then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? എന്താണ് ഇംപ്ലാന്റേഷൻ? കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ ടെക്സ്റ്റ് ബുക്കില്? എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ? ആൻസേഴ്സ് കിട്ടിയവര് വേഗം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇംപ്ലാന്റേഷൻ എന്താണ്? ആ പറയൂ. ആ പേജ് നമ്പർ കൂടെ പറഞ്ഞേ. 120 എടുക്ക. കിട്ടാത്തവര് പേജ് നമ്പർ 120 എടുക്ക. അതിനകത്ത് കണ്ടോ ഇംപ്ലാന്റേഷൻ എന്താന്നുള്ളത്? എന്താ ഇംപ്ലാന്റേഷൻ? സൈഗോട്ട് ഉണ്ടായി. എങ്ങനെ സൈഗോട്ട് ഉണ്ടായി? കുറച്ച് മുന്നേ പറഞ്ഞ പ്രോസസ്സിൽ സ്പേമും അതേപോലെ എഗ്ഗും തമ്മിൽ കമ്പൈൻ ചെയ്ത് അവിടെ സൈഗോട്ട് ഫോം ചെയ്തു. ആ സൈഗോട്ട് ആദ്യം സെൽ ഡിവൈഡ് ചെയ്ത് സിംഗിൾ സെല്ല, ഇങ്ങനെ അത് ഇരുന്നിരുന്നത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് 2 എണ്ണമായി, പിന്നെ 4 എണ്ണമായി, 8 എണ്ണമായി, അങ്ങനെ സെൽ ഡിവൈഡ് ചെയ്ത് ആദ്യം മോറുല എന്ന പേരിലുള്ള ഒരു സെൽ സ്ട്രക്ചർ ആണ് ഉണ്ടായത്. പിന്നീട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു സെൽ സ്ട്രക്ചർ ആയിട്ട് മാറി. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ ഇന്നർ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഹാഷിമേ ക്വസ്റ്റ്യൻസ് എഴുതിയത് എവിടെ കാണിച്ചേ? വായിച്ചേ, ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. അത് കഴിഞ്ഞിട്ട് എഴുതിയത്. ഈ ഷാനോൺ എന്താ ക്യാമറ ഓൺ ചെയ്യാത്തെ? ദെൻ ജോയൽ, നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുമ്പോഴേ ക്യാമറ ഓൺ ചെയ്ത് കയറുക. പിന്നെ ഇങ്ങനെ ഇൻവിറ്റേഷൻ വിളിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പഠിക്കുക. ബ്ലാസ്റ്റോസിസ്റ്റ്, എൻഡോമെട്രിയം, ഇംപ്ലാന്റേഷൻ, ഈ 3 വേർഡും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇത് വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചോ നമ്മളോട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ വേരിയസ് സ്റ്റേജസ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള പ്രോസസ്സുകളെ ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സിനെ ഒരു ഫ്ലോ ചാർട്ട് ആക്കി കാണിക്കാനാണ് പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുന്നത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? എന്ത് സെൽ സ്ട്രക്ചറാണ് കിട്ടുന്നത്? നമ്മൾ പഠിച്ചു. ഇപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് അൻമരിയ? ഫസ്റ്റ് തന്നെ മോറിലാണ് കിട്ടുന്നത് നമുക്ക്.
സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തപ്പോ ബോറിലിയാണ് കിട്ടിയേ. യെസ്, മാർക്കൊന്ന് പോകും കേട്ടോ. സൈഗോട്ട്, അത് കഴിഞ്ഞിട്ട് എന്താ ഫോം ചെയ്തേ സംഗീതേ? സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞ് പിന്നെ എന്താ ഫോം ചെയ്തേ? മോറില. പിന്നെന്താ ഫോം ചെയ്തേ സിനാനെ? സൈഗോട്ട് ഉണ്ടായി, മോറിലി ഉണ്ടായി, പിന്നെന്താ ഫോം ചെയ്തേ? ബ്ലാസ്റ്റോസിസ്റ്റ് കേട്ടോ. ഇതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ട ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ തൊട്ട് ഇംപ്ലാന്റേഷൻ വരെയുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ഉള്ളൂ, കാരണം ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇംപ്ലാന്റഡ് ആവുന്നത്. പിന്നീട് വീണ്ടും അത് ഡെവലപ്പ് ചെയ്തത് എംബ്രിയോ ആവുന്നുണ്ട്, ഫീറ്റസ് ആവുന്നുണ്ട്, അതൊന്നും പിന്നെ എഴുതേണ്ട കാര്യമില്ല. ബ്ലാസ്റ്റോസിസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക ജസ്റ്റിൻ അങ്ങനെയാണെങ്കിൽ. കിട്ടിയോ? ജസ്മി എന്താ ലേറ്റ് ആയേ? ശരി, ഇതിന് മുന്നേ ഒരു 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. പിന്നെ വാങ്ങിച്ച് കാണണം. ജോയിലും അതേപോലെ തന്നെ ഷാനോൺ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ പഠിക്കുക. ഇനി ഈ ചാപ്റ്റർ നമ്മൾ മാരത്തണെ നോക്കുള്ളൂ കേട്ടോ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇനി മാരത്തൺ ടൈമിലെ നോക്കുള്ളൂ. അതുകൊണ്ട് റിവിഷൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. Then explain the formation and function of placenta. എവിടെയാ വരുന്നേ? നമ്മുടെ പ്ലാസെന്റ, അംബലിക്കൽ കോഡ്, അമിനിയോൺ ഫ്ലൂയിഡ്, അമിനിയോട്ടിക് ഫ്ലൂയിഡ്, അമിനിയോൺ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഒരു 4 സ്ട്രക്ചേഴ്സ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഫീറ്റസിന്റെ പ്രൊട്ടക്ഷനും അതേപോലെ ന്യൂട്രീഷനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതങ്ങനെയായിരിക്കും തന്നെ ക്വസ്റ്റ്യൻ വരിക. ഫീറ്റസിന്റെ പ്രൊട്ടക്ഷനും ന്യൂട്രീഷനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? അവിടെ നിങ്ങൾക്ക് പ്ലാസെന്റയെ പറ്റി എഴുതാം, അംബലിക്കൽ കോഡിനെ പറ്റിയിട്ട് എഴുതാം, അമിനിയോൺ മെംബ്രെയിനെ പറ്റി എഴുതാം, അമിനിയോട്ടിക് ഫ്ലൂയിഡിനെ പറ്റിയിട്ട് എഴുതാം. ഓക്കെ, പ്ലാസെന്റ അതുപോലെ അംബലിക്കൽ കോഡിന്റെ ഫംഗ്ഷൻ എന്താ ജോയലെ? അംബലിക്കൽ കോഡിന്റെ ഫംഗ്ഷൻ എന്താ? ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് വായിച്ചോളൂ. അറിയാം, പഠിച്ചിട്ടില്ല മനസ്സിലായി. ടെക്സ്റ്റ് ബുക്ക് തുറക്കുക, ആൻസർ കണ്ടുപിടിക്കാൻ. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ടെക്സ്റ്റ് തുറന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് പറയുക, ഇതാണ് ചെയ്യേണ്ടത്. രണ്ടും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യമില്ല. നമുക്ക് അറിയണ്ടേ ടെക്സ്റ്റ് ഏത് ഭാഗത്തോട് വരുന്നേ എന്നുള്ളത് അറിയണം. കിട്ടിയോ ജോയലെ? ഒന്ന് വായിച്ചേ. അംബലിക്കൽ കോഡിന്റെ ഫംഗ്ഷൻ എന്തായാലും പറയുന്നത് 2 ഫംഗ്ഷൻസ് ആണ് അംബലിക്കൽ കോഡിൽ പറയുന്നത്. അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാ? ഇവിടെ എന്ന് പറഞ്ഞിട്ട് എവിടെയാ പേജ് നമ്പർ പറയൂ ആരെങ്കിലും? വെറുതെ പറയാ കിട്ടീന്ന് അല്ലേ? പേജ് നമ്പർ 121 എടുത്തേ. എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോലെ സമയമില്ല, അതുകൊണ്ടാണ്. ഞാൻ നല്ല ഇമ്പോസിഷൻ തന്നു കിട്ടാൻ. ഇമ്പോസിഷൻ ഇല്ല, പാരന്റ്സ് ക്ലാസ്സിലേക്ക് നോക്കട്ടെ. പേജ് നമ്പർ 121 എടുത്തോ? കണ്ടോ? അംബലിക്കൽ കോഡ് കണ്ടോ? വായിച്ചേ. ഫംഗ്ഷൻ എന്താ? അൺമ്യൂട്ട് ചെയ്ത് വായിക്കൂ, ഞാൻ എങ്ങനെ കേൾക്കാം? എന്താണ് പറയുന്നത്? 2 ഫംഗ്ഷൻ ആണ് പറയണത്. ഫീറ്റസ് എന്ന് പറയുന്നത് അമ്മയുടെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അല്ലെ, ഭ്രൂണം, എംബ്രിയോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഫീറ്റസിന് ആവശ്യമായിട്ടുള്ള ഫുഡും ന്യൂട്രിയൻസ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് അംബലിക്കൽ കോഡാണ്. അതേ അംബലിക്കൽ കോഡ് വഴി തന്നെയാണ് ആ കുട്ടിയുടെ അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് വരുന്നതും സെയിം കോഡ് വഴി തന്നെയാണ്. കോഡ് എന്ന് വെച്ചാൽ വയറ് പോലെയാണല്ലോ, അങ്ങനെയാണ് കോഡ് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെയാണ് രണ്ടും പുറത്തു വരുന്നത്. അതാണ് മെയിൻ ഫംഗ്ഷൻ അംബലിക്കൽ കോഡിന്റെ കേട്ടോ. പിന്നെ അടുത്തത്, what is mean by gestation period? എന്താണ് ഗസ്റ്റേഷൻ പീരീഡ്? ബാക്കിയുള്ളവരൊക്കെ വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഒരാളോട് ചോദിക്കണമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കണ്ട. എന്താണ് ഗസ്റ്റേഷൻ പീരീഡ്? വെരി ഗുഡ്. എന്താണ് ഗസ്റ്റേഷൻ പീരീഡ്? ഒരു കുഞ്ഞിനെ കൺസീവ് ആവുക അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുക എന്നുള്ള പ്രോസസ്സ് മുതൽ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള ടൈം പീരീഡിനെയാണ് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയാം. നോർമലി നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രഗ്നൻസി പീരീഡ് എന്ന് പറയും അല്ലെ. പക്ഷെ അതിന്റെ ആക്ച്വൽ ഫോം ആക്ച്വൽ നെയിം എന്ന് പറയുന്നത് ഗസ്റ്റേഷൻ പീരീഡ് എന്നാണ്. ഇതൊക്കെ നമുക്ക് പുതിയ ടേമുകളാണ്.
ഇതൊന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ മുന്നേ എവിടെയും പഠിച്ചിട്ടുണ്ടോ ഈ ടേംസ് ഒക്കെ? ഗസ്റ്റേഷൻ പീരീഡ്, ബ്ലാസ്റ്റോസിസ്റ്റ്, എൻഡോമെട്രിയം ഇല്ല. അപ്പൊ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. പലർക്കും ഇത് പറയാൻ പോലും കിട്ടാതെ വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരും. അപ്പൊ നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത്, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് മെനി ചേഞ്ചസ് അക്കേഴ്സ് ഇൻ ദ ബോഡി ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി പീരീഡ്. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവില്ലോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇല്ല, എന്തായാലും ചേഞ്ച് ഉണ്ടാവും. നമ്മളൊക്കെ എല്ലാവരും പ്രഗ്നന്റ് ആയിട്ട് ലേഡീസിനെ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ചേഞ്ച് ഉണ്ടാവും. എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുക? ബോഡി വെയിറ്റ് കൂടും. ജസ്റ്റ് ബോഡി വെയിറ്റ് കൂടും. പിന്നെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുക? ഞാൻ ഒന്ന് വായിച്ചേ. കുറെ ചേഞ്ചസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2-3 വായിക്കൂ. അൺമ്യൂട്ട് ചെയ്തോ? ആ ആ ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവും അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടാവും. ആ ഒരു കൊതി എന്നൊക്കെ നമ്മൾ പറയും. ക്രേവിങ്സ് ഉണ്ടാവും. പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ അപ്പൊ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും? അത് പേജ് നമ്പർ കിട്ടിയോ? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. 1, 2, 3 ആണ് കേട്ടോ. സിനാൻ നോട്ട് ചെയ്ത് വെക്കാം. പേജ് നമ്പർ 1, 2, 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോസി ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ബോഡി വെയിറ്റ് കൂടുന്നുണ്ട്, നമ്മുടെ യൂട്രസ് മിന്നൽ ലൈനിൽ തിക്ക് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ, ഒരു ടയേർഡ് ആയിട്ടുള്ള ഫീൽ ആണ് എപ്പോഴും ഉണ്ടാവുക, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, ബ്രസ്റ്റ് ഒക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും, കുറേ ചേഞ്ചസ് ഉണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ടൊന്ന് ആലോചിച്ച് നമ്മൾ പ്രഗ്നന്റ് ലേഡി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാലൊക്കെ ചിലപ്പോൾ നീര് വന്നിരിക്കുന്നതാണ്, ബോഡി വെയിറ്റ് കൂടിയതാണ്, ഇപ്പോൾ ഛർദ്ദിക്കുന്നതാണ്, ഇപ്പോൾ ക്ഷീണം കാണാം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് ആലോചിച്ച് തന്നെ കിട്ടാവുന്ന കുറെ ചേഞ്ചസ് ആണ്. അത് എഴുതുക. അതല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ, അത് ഇമോഷണൽ ആയിട്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടാവും, ഹോർമോൺ ആയിട്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടാവും, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന, ആൻസൈറ്റി, ടെൻഷൻ, സ്ട്രെസ്, ചിലർ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഡിപ്രസ്ഡ് ആയി പോകുന്ന ആളുകളുണ്ട്. മെൻസ്ട്രേഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും അല്ലേ? ഇനി മെൻസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് എന്താ, ബേബിനെ കൺസീവ് ആയി കഴിഞ്ഞു. ഇനി ഫർദർ മെൻസ്ട്രേഷന്റെ കാര്യം അവിടെ ഇല്ല. മെൻസ്ട്രേഷൻ തന്നെ ടെമ്പററി സ്റ്റോപ്പ്. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. യെസ് അന്നറിയ. അതുപോലെ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ വയറിനകത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണ പോലത്തെ ഒരു അവസ്ഥ, നമുക്കൊന്നും കഴിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ബ്ലോട്ടിംഗ്. അതൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എഴുതുക. Then how can we identify the genetic disorders of the fetus? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇതുവരെ നമ്മൾ പഠിക്കാത്ത 2 ടെസ്റ്റുകളുടെ പേരാണ് ഇവിടെ വരുന്നത്. അതായത് മറ്റുള്ള ഡിസോർഡേഴ്സ് അല്ല ചോദിക്കുന്നത്. അതായത് കുഞ്ഞിന് വെയിറ്റ് കുറവാണോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത്. ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ, ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന 2 ടെസ്റ്റുകൾ, നമുക്ക് ലാബിലൊക്കെ പോയി ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകൾ. ഇതൊക്കെയത് നമ്മൾ സ്കാനിങ് ഒന്നും അല്ല നിങ്ങളോട് പറയേണ്ടത് കേട്ടോ. സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ മാസവും പ്രഗ്നന്റ് ലേഡീസ് ചെയ്യുന്നതാണ്. അതിൽ ഒരു മാറ്റമൊന്നുമില്ല. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ടു ഐഡന്റിഫൈ ദ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്നുള്ളത്. അപ്പൊ അത് പ്രത്യേകമായിട്ടുള്ള 2 ടെസ്റ്റുകളായിരിക്കും. ഏതൊക്കെയാ കണ്ടുപിടിച്ചോ ആരെങ്കിലും? കണ്ടുപിടിച്ചവർ അൺമ്യൂട്ട് ചെയ്ത് പറയാ. ആർക്കും കിട്ടിയിട്ടില്ല? ആണോ? ജസ്മി തപ്പു വേഗം തപ്പു. വായിച്ച് തെറ്റിപ്പോന്ന് വിചാരിച്ച് വായിക്കാതിരിക്കണ്ട, നമുക്കത് കറക്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. തെറ്റും. അത് വിചാരിച്ച് വായിക്കാതിരിക്കരുത്. കണ്ടുപിടിച്ചാൽ അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. ആർക്കും കിട്ടിയില്ല? എനിക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത കാര്യമായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക. ആണോ? സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റൻ ആയിരിക്കും ഇത്. പിന്നെ ആൻസർ കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമയം മുഴുവൻ ഇരിക്കും.
Cornoid villus sampling and amniosynthesis. Yes, Anne Maria. Correct. എവിടെയാണ് പേജ് നമ്പർ എത്രയാ? ഇതാണ് രണ്ട് ജനറ്റിക് ഡിസോർഡർ 127. നോക്കിക്കേ, നിങ്ങളൊക്കെ മറിച്ചുപോയ പേജ് ആവും, ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. 127 കണ്ടോ? അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് പറയുന്നുണ്ട്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നോർമൽ ടെസ്റ്റുകളാണ്. ബട്ട് ഇത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ, ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും പ്രത്യേകമായിട്ട് പഠിക്കുക. കോർണിയോയിഡ് വില്ലസ് സാമ്പിളിംഗ്, അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ, ക്രോമസോം നമ്മുടെ കൂടുതലാണോ കുറവാണോ, എന്തെങ്കിലും ഡിഫക്റ്റ് അതിനുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് കോർണിയോയിഡ് വില്ലസ് സാമ്പിളിംഗ് ചെയ്യുന്നത്. ക്ലാസ്സിന്റെ നിന്നാണ് വില്ലസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അമിനോസിന്തസിസ് എന്ന് പറയുന്നത് അമിനോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാനും അതുപോലെ നെർവ്സിന് എന്തെങ്കിലും പ്രശ്നം ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനോ ആണ് അമിനോസിന്തസിസ് ചെയ്യുന്നത്. ഈ രണ്ട് ടെസ്റ്റുകൾ ഓർത്തേക്ക് പഠിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും എന്നുള്ളവരൊക്കെ എഴുതി പഠിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ ഇപ്പൊ മാർക്ക് കട്ട് ചെയ്യൂട്ടോ, പണ്ടത്തെ പോലെയൊന്നല്ല. എങ്ങനെയെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ ഇതായിരിക്കും ഉദ്ദേശിച്ചത് എന്നൊക്കെ വിചാരിച്ച് ആരും മാർക്കൊന്നും തരില്ല. അപ്പൊ ചേഞ്ചസ് ഒക്കെ ഓർത്തേക്കുക. Then, how important is the diet during pregnancy for the growing fetus? ഇതും വളരെ important. ഒരു ഫീറ്റസ് വളർന്നു വരികയാണ് അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ വീമ്പിനകത്ത് അല്ലെ. അപ്പൊ എന്തൊക്കെ ഡയറ്റ് ആണ്, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ഫുഡും വാരി വലിച്ച് കഴിക്കാൻ പറ്റുമോ? നോർമൽ ആയിട്ടുള്ള ആള് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുമോ അവർക്ക്? ഹാഷിമേ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും? ഓൾഡ് ഫുഡ്, പഴകിയ ഫുഡൊന്നും കഴിക്കരുത്. പിന്നെ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല. പിന്നെ സ്മോക്കിംഗ് പാടില്ല. ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ നമ്മൾ കഴിക്കണം? ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അല്ലേ, പാല് കുടിക്കണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായി, കാൽഷ്യം, വൈറ്റമിൻസ്, അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കാം. യെസ്, ഓക്കെ. അപ്പൊ അത് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട്. അയൺ, ഫോളിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഫോളിക് കൊടുക്കും, ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്, അയൺ ടാബ്ലറ്റ് ഒക്കെ തുടക്കം തൊട്ട് പ്രഗ്നൻസി തുടങ്ങുന്നത് മുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ബോഡി ഹെൽത്തിനാണെങ്കിലും കുഞ്ഞിന്റെ ഹെൽത്തിനാണെങ്കിലും വളരെ എസെൻഷ്യൽ ആണ്. അപ്പൊ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കും. ഫിഷിനകത്ത്, മീറ്റിനകത്ത്, എഗ്ഗിനകത്ത്. ഇപ്പൊ ഫിഷിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രോട്ടീൻ വേറെ ഒരു സാധനത്തിനകത്തും കിട്ടില്ല, അത് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അത് തന്നെ കഴിക്കണം അല്ലെ. അതേപോലെ മീറ്റിന് കിട്ടേണ്ട പ്രോട്ടീൻ മീറ്റ് തന്നെ കഴിക്കണം, എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ സാധനങ്ങൾ കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ഫുഡ് പറയുന്നത് പോലെ ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും എല്ലാം എന്ന് കരുതി എല്ലാം ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുമോ? ഇതുപോലെ ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് കുറെ സോൾട്ട് ആയിട്ടുള്ള ഫുഡ്, കുറെ ഫാറ്റ് ആയിട്ടുള്ള ഫുഡ് കുറെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതും പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ആൻഡ് ഓൾസോ നേരത്തെ ഹാസ്യം പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, ഡ്രഗ് യൂസ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അത് കുറയ്ക്കണം എന്നല്ല പറയണത്, അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊക്കെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ മാത്രമാണ് അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടേ? ആണോ? എല്ലാവരും അത് അവോയ്ഡ് ചെയ്യണം. എല്ലാവരും ഈ ഡയറ്റ് ഇതുപോലെ ഫോളോ ചെയ്യുന്നതാണ് നല്ല ഹെൽത്തിന് നല്ലത് കേട്ടോ. അല്ലാതെ പ്രഗ്നന്റ് ആയവർക്ക് പ്രത്യേകതയൊന്നുമില്ല. ദെൻ വാട്ട് ഈസ് പാർച്ചുറേഷൻ? അങ്ങനെ ഒരു ടേം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്താ പാർച്ചുറേഷൻ? പറയൂ വേഗം വേഗം. നിങ്ങൾ ആൻസർ പറഞ്ഞാൽ വേഗം വേഗം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പാർച്ചുറേഷൻ എന്താണ്? എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പണ്ട് പറഞ്ഞോണ്ടിരുന്ന ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞ് പുറത്ത് വന്നതിനെ നമ്മൾ എന്താ പറയാ? ഡെലിവറി കഴിഞ്ഞു പറയും. ശരിക്കും അതിന്റെ ആക്ച്വൽ വേർഡ് എന്താ? പാർച്ചുറേഷൻ ആണ് അല്ലെ. പ്രഗ്നൻസി അവസാനിച്ചു, കുഞ്ഞ് പുറത്ത് വന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. then അടുത്തത് വാട്ട് ഈസ് കൊളസ്ട്രം, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കൊളസ്ട്രം എന്നുള്ള വേർഡ്? കേട്ടിട്ടുണ്ടോ ജോയിലെ? കൊളസ്ട്രം ഇവിടെ കേട്ടിട്ടില്ല. എന്താ അതിന്റെ ഇമ്പോർട്ടൻസ്? കൊളസ്ട്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ബ്രസ്റ്റ് മിൽക്കിന്റെ ഇമ്പോർട്ടൻസ് താഴെ ചോദിച്ചിട്ടുണ്ട് വേറെ ക്വസ്റ്റൻ ആയിട്ട്. ആദ്യം നിങ്ങൾ കൊളസ്ട്രം എന്താന്ന് പറയും. വാട്ട് ഈസ് കൊളസ്ട്രം എന്നുണ്ട് ചോദിക്കില്ല, അത് പറയുക. ലേറ്റർ അതിന്റെ ഇമ്പോർട്ടൻസ് പറയും. എന്താ കൊളസ്ട്രം ജസ്മി? യെസ്,
അതായത് ഡെലിവറി കഴിഞ്ഞ് കിട്ടിയോ? സിനാന് കിട്ടിയോ? അത് എവിടെയാ വരുന്നതെന്നുള്ളത് കിട്ടിയോ? അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന മിൽക്കാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ലൈറ്റ് യെല്ലോ കളർ ആണ്. നോർമൽ ബ്രസ്റ്റ് മിൽക്കിന്റെ കളർ വൈറ്റ് ആണ്, നോർമൽ മിൽക്ക് പോലെ തന്നെയാണ്. പക്ഷെ ഈ ഒരു കൊളസ്ട്രത്തിന് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടെന്നാണ് പറയുന്നത്. യെല്ലോ കളേർഡ് മിൽക്കാണ്. അത് വളരെ പെട്ടെന്ന്, അതായത് ബർത്ത് കഴിഞ്ഞ വഴിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ആൻഡ് ഇത് കമ്പൾസറി ആയിട്ട് കുഞ്ഞിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇതിനകത്ത് ആ കുഞ്ഞിന് ജീവിക്കാൻ വേണ്ട ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് ആണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇനി ബ്രസ്റ്റ് മിൽക്കിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രത്തിന്റെ കാര്യം അവിടെ എഴുതാം, അതും അവിടെ ഒരു പോയിന്റ് ആയിട്ട് അത് എഴുതാം. ഇത് കൂടാതെ വേറെ എന്തൊക്കെ പോയിന്റ് ഉണ്ട് ബ്രസ്റ്റ് മിൽക്കിന്? നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളതും, അതുപോലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അല്ലെ, ഇന്റലക്ച്വൽ വളർച്ച, അതിന് സഹായിക്കുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്ക്. അതുപോലെ ഒരുപാട് ആന്റിബോഡീസ് ഉണ്ട് ബ്രസ്റ്റ് മിൽക്കിനകത്ത്. നമുക്കിപ്പോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പല അലർജി വരാൻ സാധ്യത കൂടുതലാണ്, ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്, ഡയോറിയ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് വളരെയധികം നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനകത്തുണ്ട്. അതേപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ടു പ്രിവെന്റ് ദ ഡീഹൈഡ്രേഷൻ. അതായത് ഒരു കുഞ്ഞിന് നമുക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ല അല്ലെ, ജനിച്ച സമയങ്ങളിൽ. അപ്പൊ അവർക്ക് നമുക്ക് ആകെ ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് അല്ലെ ജോയലെ? അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആവാതെ നമുക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ബ്രസ്റ്റ് മിൽക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്കൊരു ലിസ്റ്റ് ചെയ്ത് തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം എന്തൊക്കെയാണ് ആ ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളത്. കേട്ടോ സിനാൻ? അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നിങ്ങളോട് എഴുതണം. കൂടാതെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എത്ര എക്സാമ്പിൾ പഠിക്കാനുണ്ട് നമുക്ക്? 7 എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, 7 എണ്ണം. അതിന് മുന്നേ എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, ചൈൽഡ് ബർത്ത് അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അത് എന്താ ചെയ്യുന്നത്? ആ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ, പ്രഗ്നന്റ് ആവുക എന്നുള്ള പ്രോസസ്സിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളോ ഡിവൈസുകളെയോ ആണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. അതിനകത്ത് 7 എണ്ണം ഉണ്ട്. ഏതൊക്കെ? അത് 7 എണ്ണവും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ട്, ഗുളിക പോലെയുള്ളത്. അതേപോലെ ഡയഫ്രം ഉണ്ട്, യൂട്രസിനകത്ത് സ്പേം എത്താതെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്പെർമിസൈഡ് ഉണ്ട്. സ്പെർമിസൈഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ഓയിൻമെന്റ് പോലെയാണ് അതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നത്? യൂട്രസിനകത്തേക്ക്, സെർവിക്സിലൂടെ യൂട്രസിനകത്തേക്ക് നമ്മുടെ സ്പേംസ് എത്താതെ നോക്കുന്നത് ആരാണ്? സ്പെർമിസൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്. ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, ടീ പോലത്തെ ഒരു സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ? കോപ്പർട്ടി. ഇതിനെ കോപ്പർട്ടി എന്നാ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ യൂട്രസിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പേം വരുന്ന സമയത്ത് ഈ കോപ്പറിനെ റിലീസ് ചെയ്യും. കോപ്പറിനെ റിലീസ് ചെയ്ത സ്പേം പെട്ടെന്ന് നശിച്ചു. അതാണ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കോപ്പർട്ടി. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇൻട്രാ യൂട്രിൻ ഡിവൈസ് എന്നാണ് പറയാ. ദെൻ കോണ്ടംസ് എന്താ ചെയ്യുന്നത്? വെജൈനയിൽ സ്പേം ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യുന്നതാണ് കോണ്ടംസ്. ഇനി ഇത് കൂടാതെ 2 സർജിക്കൽ മെത്തേഡ് കൂടി ഉണ്ട്. ഏതൊക്കെയത്? ട്യൂബക്ടമി ആൻഡ് വാസക്ടമി. ഇതിന്റെ ഡയഗ്രാംസ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സെയിം ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഐഡന്റിഫൈ ചെയ്യാൻ പറയും എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വെറുതെ നോക്കുമ്പോൾ ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഇത് ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ ഒരു നോട്ടൊക്കെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വാസക്ടമിയിലാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് കെട്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്യൂബക്ടമി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓവിഡക്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ടാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്നിട്ടാണ് അത് ട്യൂബക്ടമി ആണോ വാസക്ടമി ആണോ എന്ന് മനസ്സിലാക്കണ്ടേ. ട്യൂബക്ടമി ആരെല്ലാം നടക്കുക? മെയിൽസിലാണോ ഫീമെയിൽസിലാണോ നടക്കുക? ട്യൂബക്ടമി മെയിൽസിലാണോ ഫീമെയിൽസിലാണോ? ഫീമെയിൽ. അതിലൊന്നും ഡൗട്ട് പാടില്ല കേട്ടോ, ഫീമെയിൽസിലാണ് നടക്കുന്നത്. വാസക്ടമി മെയിൽസിലാണ് നടക്കുന്നത്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാ. ഇനി അടുത്തത്, വാട്ട് ആർ ദി കോസസ് ഫോർ ദി റിഡക്ഷൻ ഓഫ് ഫെർട്ടിലിറ്റി? നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ടേം പഠിക്കാറുണ്ട്. എന്താ ഇൻഫെർട്ടിലിറ്റി? ഇനിയിപ്പോ അങ്ങനെ ചോദിച്ചാൽ അറിയണ്ടേ നമുക്ക് എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ? ജോയിലെ അവിടെ ഉണ്ടോ നീ? ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കപ്പിൾസ് പ്രഗ്നന്റ് ആവാൻ ഡിസൈഡ് ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടും അവർ പ്രഗ്നന്റ് ആവുന്നില്ല, അവർ കൺസീവ് ആവുന്നില്ല. ആ ഒരു കണ്ടീഷനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണം എന്തൊക്കെയാണ് അവിടെ ചോദിക്കണം. റിഡക്ഷൻ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി തന്നെ.
അതിന്റെ കാരണങ്ങളാണ് ചോദിക്കുന്നത്. അത് മെയിൽസിലും ഫീമെയിൽസിലും വേറെ വേറെ കാരണങ്ങളാണ്. മെയിൽസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറവുണ്ടാവാം, സ്പേം നമ്പർ കുറവുണ്ടാവാം. നമുക്കറിയാം സ്പേമിന് നല്ല മോട്ടിലിറ്റി ആണ്, നല്ല രീതിയിൽ അവർക്ക് മൂവ് ചെയ്യാൻ നല്ല സ്പീഡ് ഉണ്ട്. പക്ഷെ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ ചില ഡിസീസുകൾ വന്നാലും അത് മെയിൽസിന് ഇൻഫെർട്ടൈൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഗേൾസിലേക്ക് വരികയാണെങ്കിലോ, ഫീമെയിൽസിലേക്ക് വരുവാണെങ്കിലും, ഇത് കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് കണ്ടോ ജസ്മി? അത് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. സംഗീതേ, ക്യാമറ ഓൺ ആക്കി മര്യാദയ്ക്ക് ഇരുന്നവിടെ. ഇനി ഫീമെയിൽസിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്? ഓവുലേഷൻ ഡിസോർഡർ, കറക്റ്റ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് മെൻസ്ട്രേഷൻ റെഗുലർ ആയിട്ട് വരാതിരിക്കുക. ഒരു മാസം വന്നു, അടുത്ത മാസം വന്നില്ല, ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് ആവുക. അതൊക്കെ ഈ ഓവുലേഷന് വരുന്ന ഡിസോർഡേഴ്സ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ ഫെല്ലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ PCOS, നമ്മൾ PCOD എന്നൊക്കെ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണത്. അപ്പൊ ഇത് രണ്ടുമായിട്ട് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നു. മെയിൽസിലും ഫീമെയിൽസിലും ഇൻഫെർട്ടൈൽ ആവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഫെർട്ടിലിറ്റി ഇല്ലാതെ വരാനുള്ള കാരണങ്ങൾ. ഇത് കൂടാതെ രണ്ടു പേർക്കും ഈക്വലി ഉണ്ടാവാൻ പറ്റുന്ന റീസൺസ് ആണ് ടോക്സിൻ, പൊല്യൂഷൻ, ടോക്സിൻസ്, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്നത്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻഫെക്ഷൻ ആയ പോലെ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഇൻഫെർട്ടൈൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. മെയിൽസിലും ഫീമെയിൽസിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയേക്കാം. അടുത്തത്, വാട്ട് ആർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് ഗീവ് എക്സാമ്പിൾ. കുറെ ഡിസീസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് STIs എന്നാണ് പറയാം അല്ലെ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മൾ STI എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു 4 ഡിസീസുകൾ പഠിക്കാം. അപ്പൊ എയ്ഡ്സ് എളുപ്പമല്ല പഠിക്കാൻ, അറിയാനാണെങ്കിൽ എഴുതാനാണെങ്കിൽ ഈസിയാണ്. അപ്പൊ എയ്ഡ്സ് പഠിച്ചോളൂ. അതേപോലെ തന്നെ HPV, എയ്ഡ്സ് പോലെ തന്നെ മറ്റൊരു ഇൻഫെക്ഷൻ ആണ് HPV. അത് ഫുൾഫോം പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണ് HPV എന്ന് പറയുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, സൈഫിലിസ്, ഗൊണോറിയ, ക്ലാമിഡിയാസിസ്, ജെനിറ്റൽ ഹെർപ്സ്, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ്, കുറെ ഡിസീസുകൾ ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഒരു 4 പഠിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which are the sexually transmitted diseases that can be prevented through vaccine? വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന STI. നമുക്ക് എല്ലാ അസുഖങ്ങളും വാക്സിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ ജസ്മി? പറ്റും. അങ്ങനെയാണെങ്കിൽ ആർക്കും എയ്ഡ്സ് വരില്ല അല്ലെ. എയ്ഡ്സിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എയ്ഡ്സിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഉണ്ടോ? ഇല്ല, എയ്ഡ്സിനെതിരെ വാക്സിൻ ഇല്ല. പക്ഷെ വാക്സിനുള്ള STIകളുണ്ട്. ഏതൊക്കെ? HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതിനെതിരെ വാക്സിൻ ഉണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, അതിനെതിരെയും വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ തന്നെയാണ് അതിനും പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന STIസിൽ നിന്നും പ്രിവെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ നമുക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. എന്താണ് STI എന്ന് വെച്ചാ? ഹാഷിമ, എന്താ STI? കാണിക്കാൻ വേണ്ടി എന്താണ് STI എന്ന് പറയൂ. അൺമ്യൂട്ട് ചെയ്തേ, കൈകൊണ്ട് ആക്ഷൻ കാണിക്കാതെ. എന്താണ് STI? ഈ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയോ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ വല്ലതും? ശ്രദ്ധിക്കുന്നുണ്ടോന്ന്? ഇത് പറഞ്ഞേ, STI എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ശരി, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ 17 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 5th ചാപ്റ്ററിൽ. 17 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങിച്ച് കാണാം. 1 മണിക്കൂർ ക്ലാസ് അല്ലേ. ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കിട്ടാൻ ഒരു അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടും. അത് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, സംഗീത് ഇതുവരെ വെള്ളം കുടിച്ചെത്തിയില്ലേ? ചാപ്റ്റർ 6 ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജോയലെ, അവിടെ ഉണ്ടോ നീ? എന്നാ ക്യാമറ ഓൺ ചെയ്തേ. ഈ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ക്യാമറ ഓൺ ആക്കി വെക്കുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ മറക്കുക.
ഇനി വീണ്ടും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വെച്ചോണ്ടിരിക്കരുത്, അത് മറക്കുക. ക്ലാസിഫിക്കേഷൻ എടുക്കുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ പ്രൊകാരിയോട്ട് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ എക്സ്ട്രീം എൻവയോൺമെന്റ് ലൈക്ക് ഹോട്ട് സ്പ്രിംഗ്. ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ അത്രയും ചൂടുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു പ്രൊകാരിയോട്ടിന്റെ പേര് പറയാനാണ് പറയുന്നത്. അത് ചൂടുള്ള സ്ഥലമാവാം, തണുപ്പുള്ള സ്ഥലമാവാം, അല്ലെങ്കിൽ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള സ്ഥലമാകാം, ഏതോ സ്ഥലം. അത് എക്സ്ട്രീം ആണ് എന്തായാലും. എന്തിന്റെ ആണെങ്കിലും ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രൊകാരിയോട്ടിന്റെ പേര് പറയാനാണ് പറയുന്നത്. സംഗീതേ, ഈ ക്യാമറ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോരുന്ന എങ്ങനെ കാണുന്നില്ല? ഏതാണ്? യെസ്, ആർക്കിയ. കിട്ടിയോ? ആർക്കിയ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കിയയുടെ, ബാക്ടീരിയയുടെ, മുനീരയുടെ, ഫംഗയുടെ, പ്ലാന്റയുടെ, അനിമാലിയയുടെ ഒക്കെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് എക്സാമ്പിൾ. അവിടെയാണ് ആര് വരുന്നത്? ആർക്കിയയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അവരുടെ പ്രത്യേകത എന്താ? എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയാസിൽ അവരെ നമുക്ക് കാണാൻ പറ്റുന്നു. കണ്ടുപിടിച്ചോ അത് ടെക്സ്റ്റില്? ഞാനേ കിട്ടിയോ? ആർക്കിയ എവിടെയാ വരുന്നതെന്ന്? പേജ് നമ്പർ ഒന്ന് കമന്റ് ചെയ്യൂ കിട്ടിയവര്. 142. പേജ് നമ്പർ 142 വരുന്നുണ്ട് ആർക്കിയൊക്കെ. അത് നോട്ട് ചെയ്തപ്പോൾ ആർക്കിയാണ് നമ്മളോട് ചോദിച്ചത്. ഇതുപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാം. തന്നെ അടുത്തത് അനലൈസ്. ഓപ്ഷൻ എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ എല്ലാവരും കമന്റ് ചെയ്യാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ, ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ആൻഡ് റൈറ്റ് ഡൗൺ. സ്റ്റേറ്റ്മെന്റും അതിന്റെ ആൻസറും കറക്റ്റ് ആയിട്ട് നോക്കുക. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? വൈറസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എനി കാറ്റഗറി ഓഫ് ദ കറന്റ് 6th kingdom ക്ലാസിഫിക്കേഷൻ. എന്താ പറയുന്നത്? ഇപ്പൊ ഉള്ള 6th kingdom ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ ആയിട്ട് എന്താ പറയുന്നത്? വൈറസസ് ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എനി ലിവിങ് സെൽ. വൈറസ് എന്ന് പറയുന്നത് ജീവിയുടെ പുറത്തിരിക്കുമ്പോൾ അത് എപ്പോഴും ഇനാക്റ്റീവ് ആണ്. അകത്ത് കയറിയാൽ മാത്രമാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. ഇതാണ് സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും. ഇനി ഇവിടെ കുറെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റീസൺ കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റും റീസണും തെറ്റാണ്. പല പല ഓപ്ഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. കമന്റ് ചെയ്ത ആൻസർ പറയുന്നത്. എ ആണ്, ബി ആണ്, സി ആണ്, ഡി. ആ ലെറ്റർ മാത്രം ഇട്ടാൽ മതി, വേറൊന്നും ചെയ്യണം. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? വേഗം കമന്റ് ചെയ്തേ. വീണ്ടും നമുക്ക് ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് വായിക്കുക. എന്താ സ്റ്റേറ്റ്മെന്റിൽ പറയണേ? 6th kingdom ക്ലാസിഫിക്കേഷനിൽ വൈറസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്തായിട്ടാ പറയുന്നത്? വൈറസ് ഒരു ജീവിയുടെ പുറത്തിരിക്കുമ്പോൾ ഇനാക്റ്റീവ് ആണ്, അകത്ത് കയറുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ കൊറോണ വൈറസ് വന്നു. കൊറോണ വൈറസ് നമ്മുടെ ചുറ്റും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായെന്ന് കരുതി നമുക്ക് അസുഖം വന്നോ? എപ്പോഴാണ് നമുക്ക് അസുഖം വന്നേ? കൊറോണ വൈറസ് നമ്മുടെ അകത്ത് കയറിയപ്പോഴാണ് നമുക്ക് അസുഖം വന്നത്. അതാണ് വൈറസിന്റെ പ്രത്യേകത. ഇനി വേഗം നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. കറക്റ്റ് ആണ് സംഗീത. വേറെ ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. യെസ്, കറക്റ്റ് ആണ്. ആഷിം, സിനാൻ, ഷാനോൺ, ജോയലെ കമന്റ് ചെയ്താണോ? അൻമരിയ ആണോ? ഇങ്ങനെയാണോ നമ്മൾ വിളിച്ചേ? ആൻസർ കമന്റ് ചെയ്ത ഷാനോണ്? ഇല്ല. ആഷി, ജോയലെ, ജോയ അവിടെ ഉണ്ടോ? കറക്റ്റ് ആണ് ആഷി. എന്നാ കമന്റ് ചെയ്യൂ. പറയുന്നത് കേൾക്കുന്നില്ല. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. റീസണും ശരിയാണ്, അതിന്റെ എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ റീസണും ശരിയാണ്. നമ്മൾ പഠിച്ചു 6th kingdom ക്ലാസിഫിക്കേഷൻ. വൈറസിന്റെ സ്ട്രക്ചർ പഠിച്ചോ? എവിടെയാണ് വൈറസിന്റെ സ്ട്രക്ചർ എടുത്തത്? എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്താണ് വൈറസിന്റെ സ്ട്രക്ചർ. കണ്ടോ? അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് വൈറസിനെ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വൈറസ് ഒരു ജീവിയുടെ അകത്ത്, ഒരു പോസ്റ്റിന്റെ ജീവി എന്ന് വിളിക്കുന്ന ഒരു ഓർഗാനിസം, പോസ്റ്റ്, അതിന്റെ ബോഡിയുടെ അകത്ത് കയറുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ. പുറത്തുള്ളപ്പോൾ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു തരത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, മെൻഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് DNA ബാർകോഡിംഗ്. ലാസ്റ്റ് ടോപ്പിക്, ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് DNA ബാർകോഡിംഗ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്താ ഇമ്പോർട്ടൻസ്? ഇതൊരു ടെക്നോളജിയാണ്. ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്.
എങ്ങനെയാ DNA ടെക്നോളജി വർക്ക് ചെയ്യുന്നത്? DNA സീക്വൻസുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, DNA സീക്വൻസുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അവരുമായിട്ട് DNA സീക്വൻസുകൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ ഓർഗാനിസം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. DNA ബാർകോഡിംഗ് കിട്ടിയോ സിനാൻ? എവിടെയാ DNA ബാർകോഡിംഗ് വരുന്നതെന്ന് കണ്ടോ? കണ്ടുപിടിച്ചോ? ചാപ്റ്ററിന്റെ അവസാനമാണ്, അവസാനം നോക്കൂ. പേജ് നമ്പർ 153. പേജ് നമ്പർ 153 കിട്ടിയാ പോരാ, അത് പഠിക്കണം. then അടുത്തത്, how classification is being done when a new organism is discovered. explain. ഒരു പുതിയ ഓർഗാനിസത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുക? എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചേ. ഒരു പുതിയ ഓർഗാനിസത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ how can we classify? എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിനെ? എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യണം, ബോഡി സ്ട്രക്ചർ കമ്പയർ ചെയ്യണം, ദെൻ നമ്മൾ അതിന്റെ DNA കമ്പയർ ചെയ്ത് നോക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇത് പുതിയ ഓർഗാനിസം ആണ്, പഴയതായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കണ്ടുപിടിച്ചാൽ അതിനെ പബ്ലിക്കിലേക്ക് നമ്മൾ റിവീൽ ചെയ്യണം, അല്ലെ? പബ്ലിക് ജേർണൽസിലോ സയന്റിഫിക് ജേർണൽസിലോ ഒക്കെ നമ്മൾ അതിന്റെ വാർത്ത ന്യൂസ് കൊടുക്കണം. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, പുതിയ ഇനം ചിലന്തിനെ കണ്ടുപിടിച്ചു, പുതിയ ഇനം പക്ഷീനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാ അവർ ന്യൂസ് പേപ്പറിൽ ഇടുന്നത്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയും. ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ നമ്മളിത് പബ്ലിഷ് ചെയ്യും, ലോകത്തുള്ള എല്ലാവരും അറിയും. അപ്പൊ എവിടെയെങ്കിലും ഇതുപോലെ സാമ്യമുള്ള ഓർഗാനിസംസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു അറിവിനായിട്ടാണ് ഇത് ഇടുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റെപ്സ്. അല്ലാതെ ആദ്യം ഒരു ക്ലാസ്സിൽ ചോദിച്ചിട്ട് അവർ പറയുന്നത് ന്യൂസ് പേപ്പറിൽ കൊടുത്തു, ഫസ്റ്റ് തന്നെ ന്യൂസ് പേപ്പറിൽ കൊടുത്തു. അതെങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റും? അത് പുതിയതാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണ്ടേ? ആദ്യം അതിന്റെ മോർഫോളജി ചെക്ക് ചെയ്യണം, ദെൻ അതിന്റെ ബോഡി സ്ട്രക്ചർ നോക്കണം, അതിന്റെ DNA കമ്പയർ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിനെ പബ്ലിഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. ദെൻ ഇത് ഏതാ ഓർഗാനിസം? ജസ്മി ഐഡന്റിഫൈ ചെയ്തേ. ഇതേതാണ് ഓർഗാനിസം? ജസ്മി ഇതൊക്കെ ആലോചിക്കാനുണ്ടോ? ഇതിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? വൈറസ്. ഇതിന്റെ പാർട്സ് ഏതൊക്കെയാ? എയും ബിയും. ക്യാപ്സിഡ് എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ കവറിങ്ങിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് കൊണ്ടാണ് ക്യാപ്സിഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ അകത്ത് ആ കൂടി ജനറ്റിക് മെറ്റീരിയൽ ഉള്ളൂ, അത്രേ ഉള്ളൂ. സ്ട്രക്ചർ ഭയങ്കര സിമ്പിൾ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതേപോലെയാണ് ഇതിന്റെ സ്വഭാവം, ഇതിന്റെ ക്യാരക്ടർ അത്ര സിമ്പിൾ ആണോ? ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് വൈറസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ ആണെങ്കിലും അനിമൽസിനെ ആണെങ്കിലും ഈവൻ ബാക്ടീരിയനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഇത് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. യെസ് ആയാലും. അതിനടുത്തത്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ഫിഗർ കണ്ടുപിടിക്കുക, ഇത് ഏതാണ്? പ്ലാന്റ് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ പ്ലാന്റ് ക്ലാസിഫിക്കേഷന്റെ ഭാഗം എടുത്തേ. പ്ലാന്റ് ക്ലാസിഫിക്കേഷന്റെ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, എല്ലാ ഡിവിഷനിലും ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ആയിട്ട് ഇതിന്റെ ബന്ധം ഉണ്ടോ എന്ന് നോക്കാം. ഇത് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മതിലിന്റെ പുറത്തൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ എന്തോ ഒരു സ്ട്രക്ചർ പോലെ നമുക്ക് തോന്നും, വളരെ ചെറിയ സ്ട്രക്ചർ. അത് ഏത് ഡിവിഷനിലാണ് വരുന്നത് എന്നറിയാ? ഇത് ഡിവിഷൻ ബ്രയോഫൈറ്റ്സ് ആണത്, അല്ലേ? ഇതിന്റെ കിങ്ഡം എന്താ? കിങ്ഡം പ്ലാന്റയില് ഡിവിഷൻ ബ്രയോഫൈറ്റയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്, അല്ലേ? ആൻഡ് വേർ ആർ ദീസ് പ്ലാന്റ് ഗ്രൂപ്പ് കോമൺലി ഫൗണ്ട്? എവിടെ ഇത് കൂടുതൽ കാണാൻ സംഗീത? എവിടെയാണ് കൂടുതൽ കാണാൻ? എവിടെയാണ് ഇത് കൂടുതൽ കാണുക? ഏതാ പ്ലാന്റ് ഏതാ? ഇവിടെ ആൻസർ ഞാനിപ്പോ പറഞ്ഞതാ, എവിടെയാ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു? ശ്രദ്ധിച്ചില്ലാന്ന് മനസ്സിലായി. ഇത് കിങ്ഡം പ്ലാന്റയില് ഡിവിഷൻ ബ്രയോഫൈറ്റയിൽ വരുന്ന പ്ലാന്റ് ആണ്. അതെടുത്തേ.
അതിനകത്തുണ്ട്, അത് എവിടെ കാണുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ക്ലാസിഫിക്കേഷൻ എടുക്കാം. എവിടെയാ കാണുന്നത്? മോയിസ്റ്റ് സർഫസില്, അതാണ് ഈ മതിലിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള മോയിസ്റ്റ് സർഫസിലാണ് ഇവർ കാണാം. ഇനി എങ്ങനെ ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കുക ജോയിലെ? അതിനകത്തുണ്ടല്ലോ, എങ്ങനെയാ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇവരുടെ? ഗ്യാമേറ്റ്സ് വഴി, സ്പോർട്സ് വഴി അല്ലേ ജോയില് കിട്ടിയോ? അത് കണ്ടോ? ഗ്യാമേറ്റ്സ് വഴി, സ്പോർട്സ് വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി റൈറ്റ് ടു എക്സാമ്പിൾ ഓഫ് പ്ലാൻ ദാറ്റ് ബിലോങ് ടു ദീസ് ഡിവിഷൻ. യൂസ് ചെയ്ത സംഗീത വർത്താനം പറഞ്ഞിരിക്കുകയാണ് അവിടെ. ഞാൻ വെറുതെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആൻസർ കിട്ടാത്തത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്ന അവിടെ. ഫിനോറിയ ആൻഡ് റിക്സിയ, രണ്ടേ രണ്ട് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളൂ അതില് കേട്ടോ. ബ്രയോഫൈറ്റിൽ നമുക്ക് രണ്ടേ എക്സാമ്പിൾ പഠിക്കാനുള്ളൂ, ഫിനോറിയ ആൻഡ് റിക്സിയ. ക്വസ്റ്റ്യൻ വേഗം എടുത്തോളൂ, ആവശ്യമുള്ളവര്. ആ രണ്ട് പ്ലാന്റ്സിന്റെ പേര് പഠിക്കാം, ഫിനോറിയ ആൻഡ് റിക്സിയ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് വിത്തൗട്ട് കണ്ടക്ടിങ് ടിഷ്യൂസ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ സിംഗിൾ ഗ്രൂപ്പ് ഇൻ സിംഗിൾ പ്ലാന്റിംഗ്. കണ്ടക്ടിങ് ടിഷ്യൂസ് ഇല്ലാത്ത പ്ലാന്റ്സ്. കണ്ടക്ടിങ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? നമ്മൾ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയും. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാലും കണ്ടക്ടിങ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാലും ഒരേ സാധനമാണ്. അപ്പൊ അതില്ലാത്ത പ്ലാന്റ്സിനെ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കറക്റ്റ് ആണ്. ആൽഗെ. ആൽഗ മാത്രമാണോ കണ്ടക്ടിങ് ടിഷ്യൂ ഇല്ലാത്തത്? വേറൊരു ഡിവിഷൻ കൂടി ഉണ്ടല്ലോ, ഞാനേ ഏതാണ്? ഇല്ല, പ്ലാൻ ക്ലാസിഫിക്കേഷൻ ആണോ എടുത്തിട്ടുള്ളത്? പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണോ എടുത്തിട്ടുള്ളത്? അതിൽ ആൽഗേനെ കണ്ടോ? ആൽഗെ, ആൽഗയുടെ തൊട്ടിപ്പുറത്തുള്ളത് ആരാ? പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് മ്യൂട്ട് ചെയ്താൽ മതി. ആൽഗെ കഴിഞ്ഞ ആരാ വരുന്നേ? ബ്രയോഫൈറ്റ അല്ലേ? ആൽഗയും ബ്രയോഫൈറ്റ ആണ് രണ്ടുപേര്. രണ്ടുപേർക്ക് എന്തില്ല? വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. അവരുടെ പേരാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. ഇനി the peculiarities of a certain divisions of kingdom plantae are given below. Identify and name the division by analyzing them. ഓരോ ഡിവിഷന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. ആ പ്രത്യേകതകൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഏത് ഡിവിഷൻ ആണെന്നുള്ളത്. നോക്കാം. വാസ്കുലാർ ടിഷ്യൂസ് ആർ പ്രസന്റ്, റീപ്രൊഡക്ഷൻ ത്രൂ സ്പോർസ്. വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണ്, റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാ ഡിവിഷൻ? അതിനകത്തുണ്ട്. ഏത് ഡിവിഷൻ ആയിരിക്കും അത്? സ്പോർസ് വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഗ്യാമേറ്റ്സിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ടെറിഡോഫൈറ്റ്സ് ആണത്. ഇനി അടുത്തത്, നോ ഫ്രൂട്ട്സ് ടു കവർ ദ സീഡ്, റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്. സീഡിനെ കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്രൂട്ട്സ് ഇല്ല. റീപ്രൊഡക്ഷൻ നടക്കുന്നത് സീഡ് വഴിയാണ്. അതേതാ ഡിവിഷൻ? സീഡിലൂടെ നടക്കുന്ന റീപ്രൊഡക്ഷൻ. ഫ്രൂട്ട് ഇല്ല, ഫ്രൂട്ട്സ് ഇവർക്കില്ല. ആരായിരിക്കും അത്? സംഗീതേ, വീട് വരച്ചോണ്ടിരിക്കാതെ പറഞ്ഞേ, ആരാത്? ഫ്രൂട്ട്സ് ഇല്ല, റീപ്രൊഡക്ഷൻ നടക്കുന്ന സീഡ്സിലൂടെയാ. ഏതാ ഡിവിഷൻ? നോക്കട്ടെ എന്നല്ല, ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്ന അവിടെ? ആൻജിയോസ്പേം എന്ന് പറയുന്നത് നമ്മുടെ മാംഗോ ട്രീ ആണ്. മാംഗോ ട്രീ നീ മാംഗോ കഴിച്ചിട്ടുണ്ടോ? അത് ഫ്രൂട്ട് അല്ലേ? ഇവർക്ക് ഫ്രൂട്ട് ഇല്ല എന്നാണ് പറയണത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് വായിക്കാം. നോ ഫ്രൂട്ട്. അതാരായിരിക്കും? ജിംനോസ്പോംസ്. പറഞ്ഞേ. ജിംനോസ്പോംസ്. അതാണ് അവിടുത്തെ ഉത്തരം. കിട്ടി ആൻമരിയ? അടുത്തത്, നോ വാസ്കുലാർ ടിഷ്യൂ, റീപ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്യാമേറ്റ് ആൻഡ് സ്പോർ. ആരാ?
റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗ്യാമേറ്റിലൂടെയും സ്പോറിലൂടെയാണ്. വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. ആരാത്? ആൽഗയും ഉണ്ട്, ബ്രയോഫൈറ്റും ഉണ്ട്. യെസ് ഷാനോ, രണ്ടുപേരും ഉണ്ട്. രണ്ടുപേർക്ക് എന്തില്ല? വാസ്കുലർ ടിഷ്യൂ ഇല്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. കൃത്യമായിട്ട് പഠിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. മേക്ക് കറക്ഷൻ ഇഫ് എനി ഇൻ ദി അണ്ടർലൈൻഡ് പോർഷൻസ് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്താം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സ്പീഷ്യസ് ഈസ് എ ടാക്സോണമിക് ലെവൽ പ്ലേസ്ഡ് അബൌട്ട് ദ കിങ്ഡം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് വായിച്ചു നോക്കുക. Vertebrates are included in subphylum Vertebrata of phylum Chordata. Mammalia is a class containing organisms that complete their life cycle on land and in water. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഹഷീനെ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്? ABCയിലെ യെസ് ഹഷീൻ, വെരി ഗുഡ്. മമാലിയ ആണല്ലേ. മമാലിയ എന്ന് പറയുന്നത് ലാൻഡിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ്. നമ്മളുടെ കാര്യം പറയണേ, നമ്മൾ എങ്ങനെ വെള്ളത്തിൽ ജീവിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വാട്ടറിലാണോ ജീവിക്കണേ? അല്ല, നമ്മളൊക്കെ ലാൻഡ് ഏരിയയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാമൽസിന് വാട്ടറിലും അതേപോലെ ലാൻഡിൽ ജീവിക്കാൻ പറ്റുന്നതാണ്. സോ അത് തെറ്റാണ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് നിഡേറിയാണ്. ഹുക്ക് വർം എന്ന് പറയുന്നത് എവിടെ വരുന്നതാ? ഏത് ഫൈലത്തിൽ വരുന്നതാ ഹുക്ക് വർം? വേഗം കണ്ടുപിടിച്ച് അനിമൽ ക്ലാസിഫിക്കേഷന് ഭാഗം എടുക്കുക. അനിമൽ ക്ലാസിഫിക്കേഷന് ഭാഗം എടുക്കുക. അതിനകത്ത് നിഡേറിയിലാണ് ജെല്ലി ഫിഷ് വരുന്നതെന്ന് പറഞ്ഞു. ഹുക്ക് വർം വരുന്നത് എവിടെയാ? എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നിമാറ്റോഡ. നിമാറ്റോഡയിലാണ് ഹുക്ക് വർം വരുന്നത്. അതിനടുത്തത് ആർത്രോപോഡയിലാണ് ക്രാബ് വരുന്നത്. ഒക്ടോപ്പസ് വരുന്നത് എവിടെയാ സംഗീത? മൊളിസ്ക. അടുത്തത് അതുപോലെ ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാട്ടോ. ഞാനൊരു എക്സാമ്പിൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ പേരുകളായിട്ടോ ഫൈലംസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഇൻക്ലൂഡ് മാംഗോ ട്രീ ആൻഡ് കോക്കനട്ട് ട്രീ? ഏതാ? ബ്രയോഫൈറ്റയിലാണോ, ക്രിഡോഫൈറ്റയിലാണോ, ജിംനോസ്പേംസിലാണോ, ആൻജിയോസ്പേംസിലാണോ? ആരിലാണ് മാംഗോ ട്രീയും കോക്കനട്ട് ട്രീയും വരിക? ആൻജിയോസ്പേംസ് ആണ്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട കേട്ടോ. ഇനി വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് കാൾ വോസ്? ടാക്സോണമിയിലെ കാൾ വോസിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? കാൾ വോസ് ആണ് ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ലെവൽ കണ്ടുപിടിച്ചു. അതുവരെ എല്ലാവരും കിങ്ഡമാണ് ഏറ്റവും ടോപ്പ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, അതിന്റെ മുകളിൽ വേറൊരു ലെവൽ ഉണ്ട്. അതാണ് ഡൊമൈൻ എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ അദ്ദേഹം ചെയ്ത കാര്യം എന്തായിരുന്നു? കിങ്ഡം മൊനീറേനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കിയ എന്നും ഡിവൈഡ് ചെയ്തു. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. Then നമുക്ക് ഇതും കൂടെ നോക്കാം. വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഇൻ റീപ്രൊഡക്ഷൻ among the members of different divisions in the kingdom plant? ഓരോന്നിലും ഓരോ രീതിയിലാണ്. ആൽഗി എന്ന് പറയുമ്പോൾ സെക്ഷലി അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രയോഫൈറ്റിലാണെങ്കിലും ഗ്യാമേറ്റ് സ്പോർട്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പെഡോഫൈറ്റിലാണെങ്കിലും സ്പോർട്സ് മാത്രമേ ഉള്ളൂ. ജിംനോസ്പോം ആണെങ്കിൽ കോൺ അല്ലെങ്കിൽ സീഡ് വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻജിയോസ്പോം ആണെങ്കിൽ ഫ്ലവേഴ്സ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ പ്ലാന്റ് ഗ്രൂപ്പുകളും ഓരോ ഡിവിഷൻസും പല രീതിയിലാണ്, യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മള് ഒരു ക്വസ്റ്റ്യൻ തരാം, അത് വേഗം ഒന്ന് എഴുതിക്കേ നോട്ട് ബുക്കില്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വേഗം ഇതിന്റെ ആൻസർ ഒന്ന് എഴുതിക്കേ നോട്ട് ബുക്ക് എടുത്തിട്ട്. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം വേഗം എഴുതാം. 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ സമയം. എന്താണ്? വേണ്ട വേണ്ട, മെൻഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. മെൻഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും എഴുതിയോ? റോയിലെ ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോം ആൻഡ് ആൻജിയോസ്പോം. ഇത്രയാണ്
പ്ലാന്റയിൽ വരുന്ന 5 ഡിജിറ്റ് കേട്ടോ. ഇതേപോലെ നമ്മളോട് എന്തും ചോദിക്കാം, അനിമൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫൈലംസ് ചോദിക്കാം. 9 ഫൈലം ഉണ്ട് പഠിക്കാൻ വിത്ത് എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിലേക്ക് പറയുന്ന ചാപ്റ്റർ നോക്കി. താങ്ക് യു.